ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കാരുണ്യാനന്ദ സ്വാമികൾ. തപസ്വിയായ മലയാള സ്വാമിയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് കാരുണ്യാനന്ദ സ്വാമികൾ. സന്യാസഗുരു ശിവാനന്ദ സ്വാമികൾ രമണ മഹർഷിയുടെ സന്നിധിയിൽ ഏറെക്കാലം കാരുണ്യാനന്ദ സാധന അനുഷ്ഠിച്ചിരുന്നു. രാജമുന്ദ്രിയിൽ പൊതുസമ്മേളനത്തിൽ വെച്ച് തന്റെ ഗുരുവിനൊപ്പം അദ്ദേഹം ഭഗവാൻ ബാബയെ ആദ്യമായി ദർശിച്ചു. തന്നെ ബാബ പേരെടുത്ത് വിളിച്ചതോടെ സന്യാസി വല്ലാതായി. തന്നെക്കാൾ 32 വയസ്സ് കുറവുള്ള ബാബയുടെ മുന്നിൽ തന്റെ ജീവിതം തുറന്ന പുസ്തകമായി കാരുണ്യാനന്ദയ്ക്ക് ബോധ്യപ്പെട്ടു. ബാബയ്ക്കൊപ്പം യാത്ര ചെയ്യാനും നിരവധി ആധ്യാത്മിക അനുഭവങ്ങൾ നേടാനും സന്യാസിക്കായി. കാരുണ്യാനന്ദ എന്ന പേർ അദ്ദേഹത്തിന് തികച്ചും അനുയോജ്യം. മാനവനെ മാധവനെ പോലെ സേവിക്കാനും സ്നേഹിക്കാനുമായി അദ്ദേഹം ഒരു സംഘം രൂപീകരിച്ചു. ദിവ്യ ജീവന കാരുണ്യ സംഘം. ഭഗവാൻ അതെല്ലാം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ മെല്ലെ കാരുണ്യാനന്ദയെ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിച്ചു. നിരവധി അനുഭവങ്ങൾ നൽകി ഭഗവാൻ തന്റെ മഹിമ സന്യാസിക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരു ശിവരാത്രി നാൾ പുട്ടപർത്തിയിലെത്തി സായി പരമേശ്വരനൊപ്പം കഴിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അവർ ആശ്രമം വാഹനത്തിൽ ചിറ്റൂർ വരെ എത്തി. അവിടെ നിന്നും ബസ്സിൽ പോകാനായിരുന്നു പരിപാടി. അങ്ങനെ ബസ്സിൽ കാരുണ്യാനന്ദയും സംഘവും കയറി. രാത്രിയായി. വഴിയിൽ ബസ് കേടായി. നല്ല തണുപ്പ്. യാത്രക്കാരുടെ വിഷമതകൾ കണ്ട് കാരുണ്യാനന്ദ അസ്വസ്ഥനായി. അദ്ദേഹം ചിന്തിച്ചു, ഈ ബാബമാരൊക്കെ മലമുകളിലും വിജനമായ സ്ഥലത്തും തങ്ങേണ്ട കാര്യമെന്ത്? സാധാരണക്കാർ എങ്ങനെ അവിടെ ചെല്ലും? എന്തുകൊണ്ട് ഇവർക്ക് യാത്രാ സൗകര്യമുള്ളിടത്ത് ആശ്രമം ഉണ്ടാക്കിക്കൂടാ? വണ്ടി ശരിയാക്കിയപ്പോൾ നേരം പുലർന്നു. പിന്നീട് യാത്ര ആരംഭിച്ചു. ഒടുവിൽ പർത്തിയിലെത്തി. സ്വാമി സന്യാസിയെ കണ്ടപ്പോൾ ചോദിച്ചു, കാരുണ്യാനന്ദ, നിനക്ക് എത്ര കാറുണ്ട്? 2 ജീപ്പും 1 കാറും 1 വാനും. തൊഴുകയോടെ അമ്പരപ്പോടെ കാരുണ്യാനന്ദ പറഞ്ഞു, ഈ 4 വാഹനങ്ങൾ ഉണ്ടായിട്ടും നീ എന്തേ അത് ഉപയോഗിക്കാതെ ബസ്സിൽ വന്നത്? മാത്രമല്ല ബാബമാരൊക്കെ എന്തിന് മലമുകളിൽ താമസിക്കുന്നു എന്ന് നീ പരാതിപ്പെടുകയും ചെയ്യുന്നു. ഈശ്വരൻ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ ധാർമ്മികമായി ഉപയോഗിക്കാമെന്ന് സന്യാസി അപ്പോൾ മനസ്സിലാക്കി. ശിവരാത്രി നാളിൽ ഷിർഡിസായി വിഗ്രഹത്തിൽ ബാബ വിഭൂതി അഭിഷേകം നടത്തിയപ്പോൾ കുടം പിടിച്ചു കൊടുക്കാൻ കാരുണ്യാനന്ദയ്ക്ക് ഭാഗ്യമുണ്ടായി. ഒഴിഞ്ഞ കുടത്തിൽ നിന്ന് വിഭൂതിയുടെ ഗംഗാപ്രവാഹം കണ്ട് കാരുണ്യാനന്ദ വിസ്മയ സാഗരത്തിൽ ആണ്ടുപോയി. ഒരിക്കൽ ഭഗവാൻ കാരുണ്യാനന്ദയെ തന്റെ മുറിയിൽ ഉറങ്ങാൻ അനുവദിച്ചു. തന്റെ കൂർക്കം വലി മൂലം കാരുണ്യാനന്ദ സ്വാമി തടസ്സം പറഞ്ഞു. അതേക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് ബാബ പറഞ്ഞു. ആ രാത്രി ഒരു ദിവ്യാനുഭവം നൽകി കാരുണ്യാനന്ദയിൽ ഭഗവാൻ കൃപ ചൊരിഞ്ഞു. കാരുണ്യാനന്ദ കിടക്ക തറയിൽ വിരിച്ച് കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് ഉണർന്നു. അദ്ദേഹം സ്വാമിയുടെ കിടക്കയിലേക്ക് നോക്കി. അത്യത്ഭുതം! സ്വാമിയുടെ കിടക്കയിൽ നീലപ്രഭ ചൊരിഞ്ഞ് ഉണ്ണിക്കണ്ണൻ കിടക്കുന്നു. അത്യത്ഭുതകരമായ ഈ ദർശനത്താൽ കാരുണ്യാനന്ദ സ്തബ്ധനായി. ഇരുമിഴികളും തുടച്ച് വീണ്ടും അദ്ദേഹം അതീവ ശ്രദ്ധയോടെ നോക്കി. ഒട്ടും സംശയിക്കാനില്ല, ഇത് തീർച്ചയായും ബാലഗോപാലൻ തന്നെ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാലഗോപാലന്റെ സ്ഥാനത്ത് വീണ്ടും ബാബ. അദ്ദേഹം പറഞ്ഞു, ആ ദർശനം ഭാവനയായിരുന്നില്ല, ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഉണ്ണിക്കണ്ണൻ ശ്രീ സായിയായി മാറുന്നതിനും ഞാൻ സാക്ഷിയായി. ഒരിക്കൽ ഭഗവാൻ തന്റെ ദിവ്യരഹസ്യം വെളിപ്പെടുത്തി. ഭഗവാൻ ശ്രീമന്നാരായണൻ സത്യസായിയായി അവതരിച്ചിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കൂ, സ്വീകരിക്കൂ. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ പോലെ ഇതും പൂർണ്ണാവതാരമാണ്. ഋഷിമാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും യഥാസമയം ഭഗവാൻ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സച്ചിദാനന്ദ പരബ്രഹ്മം, കേവല അദ്വൈതം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ഭഗവാനൊപ്പം ഒരിക്കൽ കാരുണ്യാനന്ദ മുംബൈയിലെത്തി. സ്വാമി മുകളിലെ മുറിയിൽ, താഴെയുള്ള മുറി കാരുണ്യാനന്ദയ്ക്ക്. കാരുണ്യാനന്ദ സ്വാമി മുറിയുടെ വാതിൽ അകത്തു നിന്നും തഴുതിട്ടു. അതിനുശേഷം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ചുറ്റുമതിലിനപ്പുറം വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച. പുറത്ത് കുറച്ചു കുട്ടികൾ തെരുവു നായ്ക്കളോട് മല്ലിടുന്നു, എറിഞ്ഞിട്ട എച്ചിലിലകളിലെ അവശിഷ്ടങ്ങൾക്കായി. കാരുണ്യാനന്ദയുടെ നെഞ്ചു പിടഞ്ഞു. അവതാര പുരുഷൻ മനുഷ്യർക്കിടയിൽ മജ്ജയും മാംസവുമായി വാഴുന്നു. അപ്പോഴാണ് എച്ചിൽ ചോറിനായി മനുഷ്യപുത്രൻ തെരുവു നായ്ക്കളുമായി മല്ലിടുന്നത്. എന്തൊരു വിരോധാഭാസം! ഈ ചിന്ത മനസ്സിലൂടെ മിന്നുമറിയുമ്പോൾ ചുമലിൽ സൗമ്യമായൊരു സ്പർശം. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ശ്രീ സായി സമീപം. കാരുണ്യാനന്ദ പരിഭ്രാന്തനായി പറഞ്ഞു, സ്വാമി, ഞാൻ വാതിൽ അകത്തു നിന്നും തഴുതിട്ടിരുന്നു. അവിടുന്ന് എങ്ങനെ അകത്ത് കയറി?
ഞാൻ അകത്ത് വരാൻ ആഗ്രഹിച്ചാൽ വാതിലിന്റെ ഓടാമ്പൽ എനിക്ക് തടസ്സമാകുമോ? നിന്നെ ആഹാരം കഴിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നതാണ് ഞാൻ. തന്റെ വിഷമം അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു. പ്രഭോ, അവിടുന്ന് ഈശ്വരാവതാരം, അങ്ങോട്ട് നോക്കൂ. പുറത്ത് കുട്ടികൾ തെരുവു നായ്ക്കളുമായി കുപ്പത്തൊട്ടിയിൽ ഉച്ഛിഷ്ടത്തിനു വേണ്ടി ശണ്ട കൂടുന്നു. സ്വാമി വിശദീകരിച്ചു. പൂർവജന്മങ്ങളിൽ അവർ അലസരായി സുഖലോലുപരായി ജീവിച്ചു. വിഭവ സമൃദ്ധമായ ആഹാരത്തിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നിന്ദാപൂർവം കഴിച്ചു. കഴിച്ചതിനേക്കാളേറെ അവർ അവജ്ഞയോടെ എറിഞ്ഞുകളഞ്ഞു. തങ്ങൾ അന്ന് കുപ്പയിൽ എറിഞ്ഞുകളഞ്ഞ ആഹാരം ഇന്ന് അവർ തപ്പിയെടുക്കുകയാണ്. പിന്നീട് പ്രശാന്തി നിലയത്തിൽ സ്വാമി കാരുണ്യാനന്ദ ഈ സംഭവം വിവരിച്ചു. തന്റെ പ്രസംഗത്തിൽ സത്യസായി ബാബ ഇക്കാര്യം വ്യക്തമാക്കി. 2 പക്ഷികൾ മരക്കൊമ്പിലിരിക്കുന്നു. അതിലൊരു പക്ഷി വൃക്ഷത്തിലെ പഴങ്ങൾ കഴിക്കുന്നു. മറ്റേ പക്ഷി അത് നിരീക്ഷിച്ച് സാക്ഷിയായിരിക്കുന്നു. ഈ ഉപമ ഉപനിഷത്തിൽ കാണാം. ഇതിന്റെ ആന്തരികാർത്ഥം ഇങ്ങനെ: ശരീരം വൃക്ഷമാകുന്നു, ഫലങ്ങൾ സുഖദുഃഖങ്ങളും. ഫലം ഭുജിക്കുന്നത് ജീവാത്മാവും, പരമാത്മാവാണ് സാക്ഷിയായിരിക്കുന്നത്. പക്ഷേ അവ യഥാർത്ഥത്തിൽ ഒന്നു തന്നെ. മാനവന്റെ സത്ത പരമതത്വത്തിന്റെ പ്രതിഫലനമാണ്, നിഴലാണ്. സുഖദുഃഖാനുഭവങ്ങൾ ജീവാത്മാവിനെ സംബന്ധിച്ചതാണ്. അവ പരമാത്മാവിനെ സ്പർശിക്കുന്നു പോലുമില്ല. പരമാത്മാവ് സാക്ഷി മാത്രം. ഓം തത്സത്ത്.